അപ്പോൾ ഞാനിത് ഉറക്കം എണീറ്റിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെ ഉറക്കം എണീറ്റ വ്ളോഗാണെന്ന്. പക്ഷേ അല്ല, ഇത് ഉച്ചയ്ക്ക് ശേഷം നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നൊരു ഉറക്കം ഉറങ്ങി എണീറ്റതാണ് കേട്ടോ. അപ്പുറത്ത് കൊച്ചു കുട്ടപ്പോൾ അമ്മേൻ്റെ റൂമിലാണ് കിടക്കുന്നത്. അവനെ നേരത്തെ ഉറക്കി കിടത്തിയിട്ടാണ് ഞാനും കിടന്നുറങ്ങിയത്. എന്നിട്ട് ഞാൻ ഉറക്കം എണീറ്റപ്പോഴത്തേക്കും കൊച്ചു കുട്ടപ്പോൾ എണീറ്റിട്ടില്ല. അതുകൊണ്ട് കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ തന്നെ ഇവിടെ ജനാലയൊക്കെ തുറന്നിട്ടിട്ട് കസാരയൊക്കെ ഇട്ട് ഞാനിങ്ങനെ ഇരിക്കണതാണ് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഭംഗിയില്ലേ, നല്ല വെയിൽ വന്നടിക്കുന്നുണ്ട്. പുറത്തിറങ്ങാൻ പറ്റില്ല, ഇത്രയും മരങ്ങളുണ്ടായിട്ടും ഭയങ്കര ചൂടാണ്. അപ്പോൾ പുറത്തൊക്കെയുള്ള നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിന്നപ്പോഴത്തേക്കും കൊച്ചു കുട്ടിയപ്പോൾ അവിടെ ഉറക്കേണ്ടിയിട്ടുണ്ട്. പിന്നെ അവനെ എടുത്തിട്ട് വന്ന് കുറച്ച് പാലൊക്കെ കൊടുത്ത ശേഷമാണ് ഞാൻ ഫോൺ കാണിച്ചത് സംഭവം. അപ്പോൾ ഫോണിൽ നോക്കിയിട്ട് ഹായ് പറയൂ പറഞ്ഞതാണ്. ഹായ് പറയാറൊന്നും ആയിട്ടില്ല കേട്ടോ, 3.5 മാസം ആയിട്ടേ ഉള്ളൂ ഭാവിക്ക്. പിന്നെ അവനെ എടുത്ത് ഞാൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ജനാലയുടെ അരികെ വന്നിരുന്നു കേട്ടോ. കുറേ സമയം അങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ അവനോട് സംസാരിച്ചിരിക്കാൻ അവന് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മുഖത്തൊക്കെ നോക്കി ചിരിക്കും കേട്ടോ, നല്ലപോലെ ചിരിക്കും. ഇങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ വർത്തമാനം പറയാം. നല്ല രസമുണ്ട് അതൊക്കെ കേൾക്കാൻ. ഇവൻ സംഭവം എൻ്റെ മോളുടെ സെറോക്സാണ്. അവൾ കുഞ്ഞിലെ ഇതേ സെയിം ആയിരുന്നു, അതേ സെയിമിൽ തന്നെയാണ് അവനും ഇരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും ഇല്ല, രണ്ടുപേരും ഒരുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. എൻ്റെ ഹസ്ബൻഡും മോളുടെയും പ്രധാന ഹോബി എന്താണെന്നറിയോ? ഇവനിങ്ങനെ എടുക്കുക, കെട്ടിപ്പിടിക്കുക, ഒരു മണമുണ്ട്, അതങ്ങനെ മണപ്പിക്കുക. അതൊരു പ്രത്യേക തരം ഹോബിയാണ്. പിന്നെ കൊച്ചു കുട്ടാപ്പിനോട് ഞാൻ പറയുകയാണ്, ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാവേ, നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഫോട്ടോ എടുക്കണം കേട്ടോ. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യണമുണ്ടോ? അങ്ങനെ കൊച്ചു കുട്ടാപ്പിനെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മോളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് 2:45 വരെയാണ് സ്കൂൾ ടൈം ഉള്ളത്. അപ്പോൾ നേരത്തെ പോവേണ്ടി വരും താഴേക്ക്, കാരണം ബസ് കുറച്ച് നേരത്തെ വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് നടന്നാലേ താഴെ എത്തുള്ളൂ. താഴെ തന്നെ ഏകദേശം ഒരു 5 മിനിറ്റ് വേണം. ഞാൻ മെല്ലെ പോകാറുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ നല്ല വെയിലുണ്ട് അത്യാവശ്യം, അതുകൊണ്ട് ഞാൻ കുട എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പോണ കോലത്തിലായിരിക്കില്ല ചിലപ്പോൾ തിരിച്ച് കയറി വരണത്. എന്താ വെച്ചാൽ നല്ല വെയിലാണ്, കാരണം കുട ഇല്ല എങ്കിൽ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ട് കുട ഇപ്പോൾ എൻ്റെ ഒരു ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. മോളെ സ്കൂളിൽ ചേർത്തത് മുതലേ എനിക്ക് ഈ കുടയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കുട എനിക്ക് എപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരിക്കും. എവിടെ പോയാലും ഞാനിപ്പോൾ ഈ കുടയും കൊണ്ട് പോകാറുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ച് ഭംഗിയുള്ള കുട വേണം, അങ്ങനെ നല്ല ക്യൂട്ടായിരിക്കണം, അങ്ങനത്തെയൊക്കെ ഒരു മൈൻഡാണ് കുറച്ചുകൂടെ മുന്നേ. ഇപ്പം എനിക്ക് അങ്ങനെയൊന്നുമില്ല. കുട ഏതായാലും എനിക്ക് ഒരു വിഷയമില്ല. ചന്തത്തിലല്ല കാര്യം, ക്വാളിറ്റിയിലാണ് കാര്യം. കണ്ടില്ലേ, ഈ കയറ്റം ഫുള്ളും ഞാൻ ഇനി കയറണം. അങ്ങോട്ട് പോകാൻ നല്ല ഈസിയാണ്, ഞാൻ പറഞ്ഞില്ലേ, അങ്ങോട്ട് പോകാൻ നല്ല ഈസിയാണ്, ഒരു കുഴപ്പമില്ല. തിരിച്ച് കയറാൻ അത് ഉച്ച സമയത്ത് ടാസ്ക്കാണ് കേട്ടോ. രാവിലെ വാവനെ കൊണ്ടാക്കിയിട്ട് റിട്ടേൺ വരുമ്പോൾ ഞാൻ ഈസി ആയിട്ട് ഇങ്ങനെ കയറി പോരും. പക്ഷേ ഉച്ച സമയത്ത് എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ആ വെയിൽ കുടയുണ്ടെങ്കിലും അതിനകത്ത് കൂടെ തുളച്ച് കയറി വരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ, ഇത്രയും വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട്, അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. വലിയ ആവി എനിക്ക് തോന്നണില്ല. അങ്ങനെ ഞാൻ നടന്നത് താഴെ എത്തി. വലിയ ദൂരമൊന്നുമില്ല കേട്ടോ, ആ ഒരു കുത്തനെയുള്ള കയറ്റമാണ് കുറച്ച് പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ റോഡിലോട്ടെത്തി. വരണ വഴിക്ക് ഫുള്ളും നല്ല കാറ്റാണ്. കാറ്റ് വീശുന്തോറും എനിക്കൊരു പേടി, മരം വല്ലതും ഒടിഞ്ഞ് വീടും. ഇവിടെ ഫുള്ള് മരങ്ങളാണ്, ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് റബ്ബറാണ്. അങ്ങനെ മോളെ പിക്ക് ചെയ്തിട്ടുണ്ട്. അവൾക്ക് ഇന്ന് ID കാർഡ് കിട്ടി, അതിൻ്റെ സന്തോഷത്തിലാണ് ഈ കുണുങ്ങി നടന്നു പോകുന്നത്. കണ്ടില്ലേ, 2 കൊമ്പൊക്കെ കെട്ടി ആൾ സെറ്റായിട്ടാണ് പോകുന്നത്. ആൾക്ക് എന്താണെന്നറിയില്ല, ടീച്ചറിനെ എങ്ങനെയെങ്കിലും ഇമ്പ്രസ് ചെയ്യണം, അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഇപ്പോൾ നടക്കണം. ബാഗും കിറ്റും എനിക്ക് സ്വന്തം. ID കാർഡ് കിട്ടിയ സന്തോഷത്തിലാണ്. അമ്മ ആമയെ പോലെ മെല്ലെ നടന്നോണ്ട് വരും. അമ്മ പാവായോണ്ട് ഞാൻ വെയിറ്റ് ചെയ്തോണ്ട് നിൽക്കും. ഞാൻ നടന്ന് ക്ഷീണിച്ച് പോയി. ആളങ്ങ് ആസ്വദിച്ച് നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ കഷ്ടകാലത്തിൽ ഞാൻ പറഞ്ഞു, അങ്ങോട്ട് നോക്കടി, ആകാശത്തോട്ട് നല്ല മഴ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഓട്ടനെ പോയ അവൾ തിരിച്ചു വന്ന് എൻ്റെ കയ്യിൽ നിന്ന് കുടയും പിടിച്ച് വാങ്ങിച്ചു. പിന്നെ അമ്മ പാവം തെറ്റിന് അമ്മേനെ കുടയിൽ കയറ്റിയില്ലല്ലോ. ഞാൻ വോയിസ് ഓവർ ചെയ്യണം കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വന്നിരുന്ന് അവൾക്ക് വോയിസ് ഓവർ ചെയ്യണം. അതാണ് കേട്ടോ കള്ളി. എൻ്റെ കയ്യിൽ നിന്ന് കുടയും തട്ടിപ്പറിച്ചുകൊണ്ട് ഒരൊറ്റ പോക്കാണ്, പിന്നെ തിരിഞ്ഞു നിൽക്കില്ല. പക്ഷേ ഇന്ന് ഞാൻ അവൾക്കൊരു മഞ്ചൂടെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും ഇല്ല കേട്ടോ, വല്ലപ്പോഴും മാത്രമേ വാങ്ങി കൊടുക്കാറുള്ളൂ. ഞാനും അങ്ങനെ തന്നെ, ഹസ്ബൻഡും അങ്ങനെ തന്നെ. ഓൾറെഡി ചോക്ലേറ്റ്സ് അത്ര നല്ലതല്ല, തൽക്കാലം ഈ പ്രായത്തിൽ ഒട്ടും നല്ലതല്ല. ആളുടെ ചിരിയിൽ തന്നെ ഉണ്ട് എന്തുകൊണ്ടാണ് ചോക്ലേറ്റ്സ് അധികം മേടിച്ച് കൊടുക്കാത്തത്. പിന്നെ അത് ചോക്ലേറ്റ് കഴിച്ചതുകൊണ്ട് മാത്രമല്ല കേട്ടോ, കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടും വരും, പല്ലിങ്ങനെ പൊടിഞ്ഞു പോകുമല്ലോ. അങ്ങനെ വീട്ടിലോട്ട് ഇറങ്ങുന്ന വഴിക്ക് ആരും ലേസ് കഴിച്ചിട്ട് കവർ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു, ആരാന്നറിയില്ല. അതുകൊണ്ട് എൻ്റെ മോള് അവരെയും പ്രാഗി നടക്കുകയാണ്. വഴിയിലാണോ പ്ലാസ്റ്റിക് കവർ കൊണ്ടിടണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവൾ കഴിച്ച മഞ്ചിൻ്റെ കവർ പോലും കളയാണ്ട് കയ്യിൽ പൊതിഞ്ഞ് കൊണ്ട് പോവുകയാണ്. സംഭവം വീട്ടിനകത്ത് കൊണ്ട് വെക്കാനാണ്. വെക്കുമ്പോൾ ഹരിതകർമ്മസേന അവർ വരുമ്പോൾ എടുത്തിട്ട് പോകുമല്ലോ, അതുകൊണ്ട് ഗുഡ് ഗേൾ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങളത് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ മുകളിൽ കിടക്കുകയാണ്. അപ്പോൾ ഓടിപ്പോയി അതെല്ലാം പറക്കണം, നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.